ദേശീയപാത വികസനത്തിനെതിരെ പ്രതിപക്ഷം BJPയുമായി ചേർന്ന് സമരം ചെയ്തിട്ടുണ്ട്. അത് സർക്കാർ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നാഷണൽ ഹൈവേ 66 വേണ്ട എന്ന് പറഞ്ഞവരാണ് UDF. വേണം എന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടയാളപ്പെടുത്തലാണ് നാഷണൽ ഹൈവേ 66. നാഷണൽ ഹൈവേയുടെ പ്രദർശനപരമായ ഫോട്ടോയിൽ കേരളത്തിലെ ഒന്നാമത്തെ റീച്ച് എന്ന് പറഞ്ഞാൽ തലപ്പാടിയിൽ നിന്ന് ചെറുക്കളയിൽ നിന്ന് 39 കിലോമീറ്റർ ആ റോഡ് ഊരാളുങ്കൽ കോൺട്രാക്ട് സൊസൈറ്റി ഉണ്ടാക്കിയതാണ്. അതാണിപ്പോൾ വെബ്സൈറ്റിൽ നാഷണൽ ഹൈവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോട്ടോ സൈറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗുണമേന്മയുള്ള റോഡ് തന്നെയാണ് കേരളത്തിൽ നിർമ്മിക്കണം എന്ന് ഉദ്ദേശിക്കുന്നത്. ചില പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആ പ്രശ്നത്തെ പർവ്വതീകരിച്ച് നാഷണൽ ഹൈവേ ഞങ്ങൾ വേണ്ട നന്നേ പറഞ്ഞതല്ലേ, ഇപ്പോഴിതാ പൊളിഞ്ഞിരിക്കുന്നു എന്നെല്ലാമുള്ള വായ്ത്താരികൾ നമ്മൾ കേട്ടതാണ്. അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ മാസം കഴിഞ്ഞ് മാർച്ച് മാസം ആദ്യമാകുമ്പോഴേക്ക് അതിൻ്റെ വലിയൊരു ഭാഗം ഉദ്ഘാടനം ചെയ്യാൻ കഴിയും. റീച്ചായിട്ട് ഉദ്ഘാടനം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. എല്ലാ പുരോഗമനപരമായ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കുന്ന നിലപാടാണ് UDF ഇന്നേ വരെ കൈകാര്യം ചെയ്തത്. ക്രിയാത്മകമായൊരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കാൻ UDFന് സാധിച്ചിട്ടേയില്ല. അപ്പോൾ കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നതമായിട്ട് തന്നെയാണ് ജനങ്ങൾ കാണുന്നത്. അതിന് ഒരു തരത്തിലുള്ള UDFൻ്റെയോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെയോ അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ബൂർഷ്വാ മാധ്യമ ശൃംഖലകളുടെ ഇടതുപക്ഷ വിരുദ്ധതയോ ഒന്നും കൃത്യമായിട്ട് ജനങ്ങളിലെത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ജനങ്ങൾക്ക് കൃത്യമായ അനുഭവവേദ്യമായ ഒരു കാര്യം ഈ ഗവൺമെൻറ് തുടരണം എന്നുള്ളത് തന്നെയാണ്. ആ തുടർച്ചയെ സംബന്ധിച്ചുള്ള നല്ല ഒരു ആവേശകരമായ സ്വീകരണങ്ങളാണ് ഓരോ കേന്ദ്രത്തിലും ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ജാഥയ്ക്ക് ഇവിടെയും, അതുപോലെ തന്നെ ഇപ്പോൾ ജാഥ ആരംഭിച്ചിട്ടുള്ള തൃശ്ശൂർ നടന്നുകൊണ്ടിരിക്കുന്ന ജാഥയുടെ സ്വീകരണ കേന്ദ്രങ്ങളിലും കാണാൻ കഴിയും. ഇന്നാണ് മൂന്നാമത്തെ ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത്. ജോസ് കെ മാണി നയിക്കുന്ന ജാഥയുടെ ഉദ്ഘാടനം ഇന്ന് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. അത് പത്തനംതിട്ട വെച്ചാണ്. പത്തനംതിട്ട, അതുപോലെ തന്നെ കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലയാണ്. ആ 4 ജില്ലയിലാണ് ആ ജാഥ പര്യടനം നടത്തുക. വിനോദ് വിശ്വം നയിക്കുന്ന ജാഥ തൃശ്ശൂരിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ആ 4 ജില്ലയിലാണ് ആ ജാഥ പര്യടനം നടത്തുക. മലബാർ മേഖലയിലാണ്, പഴയ മലബാറിൻ്റെ ഭാഗത്താണ് നമ്മുടെ വടക്കൻ മേഖല ജാഥ പര്യടനം നടത്തുന്നത്. ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്. അതെ അതെ, ഞങ്ങളതിലെടുത്ത നിലപാട് പാർട്ടി നേതാക്കളായ EMS, അതുപോലെ ജ്യോതി ബാസു, സുർജിത്ത് തുടങ്ങിയിട്ടുള്ള നേതാക്കൾക്കെല്ലാം ഇതുപോലുള്ള പദവികൾ നൽകാം എന്ന് സമ്മതിക്കുകയും അവരിങ്ങോട്ട് ബുദ്ധദേവ് ഭട്ടാചാര്യ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർ എടുത്ത നിലപാട്, ഞങ്ങൾ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്തത് ഏതെങ്കിലും ഒരു അവാർഡോ സമ്മാനമോ വാങ്ങാനല്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവാർഡ് സ്വീകരിക്കാനാവില്ല എന്ന് ആദ്യം തന്നെ ചോദിച്ചപ്പോൾ മറുപടി പറഞ്ഞിരുന്നു. VSൻ്റെ കാര്യത്തിലൊരു വ്യത്യാസം, VSന് മരണാനന്തര ബഹുമതിയാണ് നൽകുന്നത്. അപ്പോൾ VSനോട് ചോദിക്കാൻ സാധിക്കില്ല, കുടുംബത്തോടൊട്ട് ചോദിച്ചിട്ടുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ബഹുമതി പ്രഖ്യാപിച്ചപ്പോൾ കുടുംബം പറഞ്ഞു ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് പാർട്ടിയും ചെയ്തത്. ഞങ്ങൾ നിഷേധാത്മകമായൊരു നിലപാടല്ല സ്വീകരിച്ചത്, കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു എന്നാണ് പറഞ്ഞത്. കുടുംബം വളരെ ആലോചിച്ച് സന്തോഷം ഉണ്ട് എന്ന് രേഖപ്പെടുത്തി. എന്നാൽ ഇത് വാങ്ങേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ അവരാലോചിച്ച് അവരുടെ തീരുമാനത്തിൽ വിടാം എന്നാണ് പാർട്ടി തീരുമാനിച്ചത്. അതാണ് കാര്യം.
ഏ അല്ല, അതിഥി തൊഴിലാളികൾ തന്നെ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് വരികയുണ്ടായി, നൂറുകണക്കിന് ആളുകൾ. അവർ തന്നെയാണ് മുദ്രാവാക്യം വിളിച്ചത്, അവർ തന്നെയാണ് ഹാരാർപ്പണം നടത്തിയത്. അതിനെ വക്രീകരിക്കാനുള്ള നിങ്ങളുടെ ശ്രമം മാത്രം കണ്ടാൽ മതി. ഞങ്ങൾക്കതിൽ വേറെ ഒരു പ്രശ്നവുമില്ല. ആ ജാഥ പോകുന്നു. ഞങ്ങൾ പോകുന്ന സന്ദർഭത്തിൽ ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമാണ് അതിൽ വരുന്നത്. പാനൂരിലേക്ക് പോകുന്ന വഴിയിലാണ്. അവിടെ നൂറുകണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അവരവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ പണിവേഷത്തിൽ തന്നെയാണ്, കാരണം പണിക്കിടയിലാണ് അവർ വരുന്നു. അവർ ഞങ്ങളെ സ്വീകരിക്കുന്നു. അവർ ബാനറൊക്കെ പിടിച്ചുകൊണ്ട് തന്നെയാണ്. അവർ തന്നെ മുദ്രാവാക്യം വിളിക്കുന്നു അവരുടേതായ ഭാഷയിൽ, ചിലർ ഇംഗ്ലീഷിൽ മുദ്രാവാക്യം വിളിച്ച് സ്വീകരിച്ചു. ഞങ്ങൾക്ക് അവർക്കെല്ലാം ആസ്വാദനം ചെയ്ത് ഞങ്ങൾ സ്വീകരണം ഏറ്റുവാങ്ങി അവിടെ നിന്ന് മാറുകയും ചെയ്തു. ഇതിനെ ഇഷ്ടമില്ലാതെ കുറേ ആളുണ്ടല്ലോ, മാധ്യമങ്ങൾ പ്രത്യേകിച്ച്. എല്ലാറ്റിനെയും വക്രീകരിക്കുന്ന ഒരുതരം എന്താ പറഞ്ഞാൽ ദുഷ്ടലാക്കോടുകൂടി മാത്രം കാണുന്ന ആളുകളുണ്ട്. എങ്ങനെയാണ് ഈ ജാതിയുടെ ഭാഗമായിട്ടുള്ള ഈ മുന്നേറ്റത്തെ കുറക്കാനാവുക എന്ന കാര്യമാണ് അവരാലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം ഈ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വേണ്ടത്ര ആളുണ്ടായില്ല, ആളില്ല എന്നല്ല, ഉദ്ഘാടനത്തിന് ശേഷം ഉണ്ടായില്ല എന്ന വാർത്ത അവർ കൊടുത്തു. 2 ദിവസം കൊണ്ട് അത് അവസാനിച്ചു. കാരണം 10,000-കണക്കിന് ആളാണ് പങ്കെടുക്കുന്നത്. ഇനിയും വരുന്നുണ്ടല്ലോ ജാഥ, നമുക്ക് നോക്കാം. ഞങ്ങളിപ്പോൾ പിന്നിട്ട വഴിയിലുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഞങ്ങൾ അഭിസംബോധന ചെയ്തിട്ടുണ്ട്. വലിയ സ്വീകരണങ്ങളാണ് നടന്നത്. അതുകൊണ്ട് അത് ഇല്ലയെന്ന് പറയാനൊന്നും അവർക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നും എന്താ കിട്ടുക നമുക്കെതിരായിട്ട് ഉപയോഗിക്കാൻ എന്ന് പരിധി നടക്കുകയാണ്. അവർ പരിധി നടക്കട്ടെ. വസ്തുതാപരമായ കാര്യം ജനങ്ങൾക്ക് തിരിച്ചറിയാനാവും. അതൊക്കെ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്.